ഗൈസ് വെൽക്കം വണക്കം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട അച്ചായൻ്റെ വീഡിയോയിൽ ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇതെന്താ ഈ കണ്ടന്റ് എന്തിനായി ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ മറ്റെന്തെങ്കിലും നല്ല വിഷയങ്ങൾ പോയി കാണുക. ഇത് കാണാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. ആ വീഡിയോ കാണുന്നവർക്ക് മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകാം. കാരണം ആ വീഡിയോക്കകത്ത് പറഞ്ഞതിനകത്ത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഇതാണ്, കാണിച്ചു തരാം. മകളെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നിരുന്നു, അതിനുശേഷം അച്ചായൻ്റെ കാറ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ മകളെന്ന് പറഞ്ഞ് വന്നു എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കാര്യം, അതെല്ലാം കൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അത് മകളാണോ, ആ മകൾ തന്നെ വന്ന് അല്ലെങ്കിൽ ആ കുട്ടി തന്നെ വന്ന് പറയുന്നുണ്ട് മകളാണ്, പക്ഷെ അത് എങ്ങനെയെന്നല്ലേ അത് ആ കുട്ടി തന്നെ പറയും. നമുക്കത് കേൾക്കാം. ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റ് ആ കുട്ടി സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ട്. മകളെന്ന പെൺകുട്ടി നാട്ടുകാർ രംഗത്ത് എന്ന് പറഞ്ഞിട്ട് സംഭവത്തിനകത്ത് ഒരു ചിരി, അയ്യോ ഇതെന്താ ഇത് എന്ന് പറഞ്ഞ് ഒരു സ്മൈൽ ഇമോജി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ആ തമ്പനിയിനകത്ത് പുള്ളിക്കാരത്തിൻ്റെ ഫോട്ടോ ബ്ലറാക്കിയാണ് ഞാൻ വെച്ചത്. കാരണം കുട്ടി ശരിയായിട്ടാണോ പറഞ്ഞത്, ചിലപ്പോൾ തമാശയ്ക്ക് വല്ലതും പറഞ്ഞതാണോ എന്ന് അറിയാത്തതുകൊണ്ട്, ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് ഫേസ് ബ്ലർ ചെയ്തു. പക്ഷേ പുള്ളി പച്ചയ്ക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം പുള്ളിക്കാരത്തി അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എന്താണെന്ന് നോക്കാം. പറയൂ കുട്ടി, പറയൂ. ദൈവമേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഗൈസ്, അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനൊന്നുമല്ല, പക്ഷെ എൻ്റെ സ്വന്തം അപ്പനെ പോലെ തന്നെയാണ്. അതാണ് ഞാൻ അപ്പാന്ന് വിളിച്ചത്, വേറൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വെറുതെ ആ മനുഷ്യന് പേരുദോഷം ഉണ്ടാക്കാതെ. അല്ല, ഇതിനകത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. ചിരിച്ചു പോവുകയാണെങ്കിൽ പോലും ഒരു കുട്ടി പറയുന്നു അച്ചായൻ എൻ്റെ സ്വന്തം അച്ഛനല്ല, സ്വന്തം അച്ഛനെ പോലെ ആണ് ഞാൻ കാണുന്നത്. ആ ഒരു അച്ഛ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയാൾ ഒരു പെൺകുട്ടി, ഒരു പ്രായം പൂർത്തിയായ കുട്ടി അച്ഛ എന്ന് വിളിക്കാൻ ഞാൻ അച്ഛ എന്ന് വിളിച്ചോട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒരു കുട്ടി വിളിക്കുന്നെങ്കിൽ എവിടെയൊക്കെ അയാളൊരു നന്മയില്ലടേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, എവിടെയൊക്കെ ഒരു നന്മയില്ല? ഇന്നലത്തെ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു നിർത്തുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ ആണെങ്കിൽ അയാൾക്ക് എവിടെയോ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു നന്മ അയാളുടെ എവിടെയൊക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു. പിന്നെ ഈ കാണിക്കുന്ന പ്രഹസനങ്ങളാണ്. അതിപ്പം ഈ സമൂഹത്തിൻ്റെ അകത്ത് നമുക്കിപ്പം അലൻ ജോസ് പെരേര, നമ്മുടെ സന്തോഷ് വർക്കി, ആറാട്ടണ്ണൻ തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാരടക്കം, എന്താ പറയുക, ഹിസ് അണ്ണൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഈ വേറൊരു യൂണിവേഴ്സിലുള്ള ആൾക്കാരോട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പം അതൊരു നെഗറ്റീവ് വേയിലൂടെ പബ്ലിസിറ്റി. കുറച്ച് മുമ്പ് ഞാൻ ഇട്ട വീഡിയോക്കകത്ത് അവർ തന്നെ പറഞ്ഞു നെഗറ്റീവ് കിട്ടാനാണ് വീഡിയോ ചെയ്യുന്നത്, നെഗറ്റീവ് വേണമെന്നുള്ളത്. അപ്പം നെഗറ്റീവ് വേയിലൂടെ അറിയപ്പെടുക, ഫെയിം ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം ഈ കുട്ടി അച്ഛന്ന് വിളിച്ചതിൻ്റെ കാരണം ഇനി ബാക്കിയൂടെ കേൾക്കാം. പുള്ളിക്കാരൻ എന്നെ അങ്ങനെയാ കെയർ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ എവിടെയൊക്കെ ഒരു നന്മയുണ്ട് അല്ലേ? നമ്മളെ നന്മയെന്ന് തന്നെ പറയണം. ഒരാളെ നമ്മൾ പൂർണ്ണമായിട്ടും അയാളുടെ ഒരു സൈഡ് നമ്മൾ കണ്ട ഒരു ഷെയ്ഡ്സിൻ്റെ അകത്ത് കുറേ അധികം കാര്യങ്ങൾ ആൾക്കാർ വന്ന് പബ്ലിക്കായിട്ട് പറയുന്നതും, അയാളുടെ സഹായിച്ചു, അമ്മയ്ക്ക് വയ്യാതായപ്പോൾ സഹായിച്ചു, അമ്മയുടെ കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. പക്ഷേ കുട്ടി പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. തന്നെ നോക്കുന്നത്. അപ്പൊ എനിക്കത് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു അപ്പാന്ന് വിളിക്കട്ടെ എന്ന് വെച്ചപ്പോൾ അപ്പാന്ന് വിളിച്ചോളാൻ പറഞ്ഞു. എത്രയോ ഒരു ദിവസം ഞാൻ എന്നെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് ആ കുട്ടിക്ക് ചിലപ്പം പേഴ്സണൽ ലൈഫിൻ്റെ അകത്ത് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു അച്ഛ എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മുടെ ഐ എം എ സോഷ്യൽ ബീയിങ്, നിങ്ങളും അതിനകത്ത് പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു അച്ഛനോടുള്ള സ്നേഹം നമുക്ക് എപ്പോഴും പ്രകടമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു കുട്ടി ഒരാളെ അച്ഛ എന്ന് വിളിക്കണമെന്ന് തോന്നുന്നെങ്കിൽ അതിനകത്തൊക്കെ എന്തൊക്കെയോ ഘടകങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടെന്നുള്ള കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അത്ര സംഭവിച്ചിട്ടുള്ളൂ. ഇയാളുടെ ഇൻസ്റ്റ ഐഡി ഒന്നും എനിക്ക് അറിയത്തില്ല. ഇത് ഇയാളുടെ ഇൻസ്റ്റ ഐ ഡി എൻ്റെ ഇൻസ്റ്റ ഐഡിയ തപ്പിട്ടൊന്നും കിട്ടുന്നില്ല. എന്തായാലും അറിയാത്തവര് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഷെയർ ചെയ്തവർ എൻ്റെ യൂട്യൂബിൻ്റെ അവസാന എബോട്ടിൽ കൊണ്ട് എൻ്റെ ഇത് എന്തോ ഇൻസ്റ്റ ഐ ഡി ഉണ്ടല്ലോ, ആ ഷെയർ ചെയ്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം ഈ കുട്ടി തന്നെ വന്ന് സംസാരിച്ചതാണ്, എന്നോട് വന്ന് പറഞ്ഞു, ചേട്ടാന്ന് വിളിച്ചിട്ട് വളരെ ഇതായിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. ഇതുപോലെയാണ് ആ ഒരു എന്താണ് റീസൺ എന്നുള്ള കാര്യം പറഞ്ഞു. അച്ചായൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്, റിയൽ ആയിട്ടുള്ള അച്ഛനല്ല, പക്ഷേ അയാൾ അത്രയും ആ പുള്ളിക്കാരി അങ്ങനെയാണ് പറഞ്ഞത്. സോ അത് കേട്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതെനിക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ നിങ്ങളെ ബ്ലർ ചെയ്തിരുന്നത്. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്നെ ഒരുപാട് പേര് എടുത്തിട്ട് നിരന്തരം റോസ്റ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എൻ്റെ വീഡിയോ ഡയറക്റ്റായിട്ട് എന്നെ കാണിച്ചോ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഈ വീഡിയോ ബ്ലർ ചെയ്യാതെ വച്ചേക്കുന്നത്. അപ്പം അച്ചായൻ്റെ സൈഡിൽ എവിടെയൊക്കെയോ ചില നന്മകളുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അച്ചായൻ്റെ
കുൽസിതമല്ല, അച്ചായൻ്റെ വീട്ടിലേക്ക് പോവാം. അച്ചായൻ്റെ വീട്ടിൽ നിന്ന് പുതിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആ പരിപാടികളിലൂടെ കാണാം. ഇനി ഒരു കാര്യം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുമ്പം പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ. അച്ചായനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സോജൻ ഓക്കെ, സോജൻ വർഗീസ്, പുള്ളിക്കാരൻ്റെ ഇന്നലെ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുള്ള, ഇന്നലെ നമ്മുടെ പുള്ളിക്കാരൻ്റെ ഈ കാറിൻ്റെ പരിപാടി കാണിച്ചല്ലോ. ഓക്കെ, അത് കണ്ടു. താക്കോൽ എടുത്തോട്ട് കൊടുക്കുന്ന ഭാര്യ. ഓക്കെ, രണ്ടുപേരും കൂടെ പാറി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പോലെ കാർ എടുക്കുന്നു, ബൈക്ക് എടുക്കുന്നു. ഇന്നലത്തെ ഈ ഒരു വീഡിയോ, ഈ വീഡിയോക്കകത്ത് മിസ്സാക്കിയൊരു കാര്യം, കമൻറ്റ് ബോക്സിൽ തന്നെ ആൾക്കാർ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. നമ്മളപ്പോൾ കണ്ടിട്ടുള്ള കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ള കാര്യം എൻ്റെ ശീലമാണ്, ഞാനത് നിരന്തരം ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോയുടെ കമൻറ്റ് ഇതിനകത്ത് പുള്ളി ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. 3G അച്ചായനും പൊണ്ടാട്ടി ഹണിമൂൺ ട്രിപ്പ് പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഓണർ ഓഫ് BMW മാഹി R7 ഇവൻ്റെയാണ് BMW. അതായത് അദ്ദേഹം വേറൊരാളുടെ മാഹി അല്ലല്ലോ, മാഹിർ മുഹമ്മദ് അല്ലേ, മഹിർ മുഹമ്മദ് എന്ന് പറയുന്നതാ ഈ ഒരു അക്കൗണ്ടിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു വ്യക്തിയുടേതാണ് എന്ന് പറഞ്ഞ് മാഹിർ കറക്റ്റായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ തെറിയായി പോകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് വായിക്കണം. മാഹിർ മച്ചാൻ്റെയാണ് ആ ഒരു വണ്ടി. ഓക്കെ ഓക്കെ. അപ്പം ഇതിനകത്തുള്ള തെറിക്ക് മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ? ഒരു 500 കോടി അയച്ചു തരട്ടെ. ഇല്ല, മാറിയിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ, ആ തെറികൾ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ചായൻ്റെ ഭാര്യ കണ്ടിട്ടില്ലാത്തവർക്ക് പുതിയ വീഡിയോ കാണുമ്പോൾ ഇതാണ്. ഓക്കെ. അപ്പം ഇത് അത് ആണ്. ഇനി അടുത്ത് നമുക്കിനി കാണേണ്ടത് വെച്ചാൽ അച്ചായൻ്റെ വീട്ടിലേക്കുള്ള കാര്യങ്ങളാണ്. അച്ചായൻ്റെ വീട് കാണാം, അച്ചായൻ്റെ അമ്മയെ കാണാം, അച്ചായൻ്റെ വീട്ടിലേക്ക് അമ്മയെ കാണാം, അച്ചായൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. കയ്യിലെൻ്റെ പുത്തമ്മ, കാലകത്തി വെച്ചപ്പം പരിപിടിച്ച തത്തമ്മ. ആ പാട്ട് വേണ്ട. പുതിയൊരു ഹോം ടൂർ സെഗ്മെന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എൻ്റെ പേര് ഷിഫ നാസ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ ഫേസ്ബുക്ക് ചെയ്യുന്നത് അത് വിളിച്ച് നോക്കാം. അവർ ബെല്ല് വർക്കിംഗ് അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും വിളിച്ചു നോക്കാം. അച്ചായോ അച്ചായോ ഉണ്ട്. നമസ്കാരം. നിങ്ങൾ പോയില്ലേ? ഞാൻ വിട്ടു പോകുമോ? വീഡിയോ പ്ലാൻഡ് അല്ല. പുറത്തുനിന്ന് വരുന്ന കാര്യം അച്ചായൻ അറിഞ്ഞിട്ടില്ല. അച്ചായൻ അകത്ത് ഫോൺ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ പുറത്തുനിന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. അച്ചായൻ തട്ടി അച്ചായക്ക് അത് തുറന്നു. കോളിംഗ് ബെല്ലൊന്നും മടിക്കത്തില്ല. ഡയറിൽ മുട്ടി പണ്ടത്തെ സിനിമ പോലെ മുട്ടി വിളിച്ച് ശീലമുള്ള ടീംസാണ്. അകത്ത് കയറി പോകുന്നു. ഓക്കെ, ഈ കുട്ടിയാണോ ചോദിച്ചത്? അച്ചായൻ്റെ അച്ചായൻ്റെ എന്ത് കണ്ടിട്ട് ഈ കുട്ടിയാണോ? ബി കവർ മീഡിയ തലപ്പൊളി. ഞങ്ങൾ മൂന്നാറൊക്കെ അടിച്ചു പൊളിച്ചിട്ടിരിക്കുവാണ്. ഫുള്ളി പറയല്ലേ കമന്റ്സ്. വണ്ടി എടുത്തോണ്ട് പോകുന്നു. ഞാൻ പുതിയ BM ഒക്കെ എടുത്തു. കല്യാണം നടത്തി വീട്. ഓക്കെ, അപ്പോൾ BMന്റെ കാര്യം നമ്മൾ ആ ഒരു കാര്യത്തിൻ്റെ അകത്തുള്ള തെറ്റിദ്ധാരണ നമ്മളോട് പങ്കുവയ്ക്കുന്നു. തെറ്റിദ്ധാരണ മാറ്റിയത് നമ്മളോട് പങ്കുവയ്ക്കുന്നു. കാരണം അത് പുള്ളിക്കാരുടെ BM അല്ല, ആ മഹിർ മുഹമ്മദിൻ്റെതാണ് കേട്ടോ. മഹിർ മുഹമ്മദിൻ്റെതാണ്. ഓക്കെ, BM മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം കമൻസാണത്തെ. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ അവൻ്റെ BM എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നാൽ റീല് കണ്ടവർക്ക് അറിയാം, പോയ വണ്ടി അതുപോലെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് അച്ചായൻ ഒരു ചെറിയൊരു ഇതിൻ്റെ കുറവുണ്ട്. എന്തറിയാമോ? നിങ്ങൾ ആ ഒരു റീലൊക്കെ എടുത്തിട്ടിട്ട് ഇപ്പോൾ ട്രിപ്പ് ഫ്ലാറ്റ് മൂന്നാറെന്നോ അത് മറ്റേ ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ ഇത് ഇടുന്നത് കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി ഞാൻ പറയാം, സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം നിങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അസുഖത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് സഹായം തേടി ആളിനെ ഒരിക്കലും പിന്നീട് നല്ല ജീവിതം ജീവിക്കാൻ പാടില്ലേ, നല്ല യാത്ര ചെയ്യാൻ പാടില്ലൊന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, അതിലൊന്നും ഒരു താല്പര്യം ഒരു കുറവും ഇല്ല. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഒരു പ്രശ്നം അറിയാമോ? നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിലല്ല, നിങ്ങളെ സഹായിച്ചു എന്ന് പറയുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് നിങ്ങൾ കാണിക്കുന്ന സമയത്ത് അതിന് മുമ്പ് എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപയാണ് വന്നത്, സഹായിച്ച എല്ലാവർക്കും നന്ദി, ഇത്ര രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്, ഇത്ര രൂപ ഇനി നമുക്ക് മാസം തോറും ഇത്രയുള്ള ചിലവിന് ഇത്ര വേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മേളിൽ ഉണ്ണി എന്ന് പറയുന്ന ഒരു അനിയൻ കുറേ കാലം കൊണ്ട് വീണ് കിടക്കുകയാണ്. അവൻ കോമാ സ്റ്റേജിലായി. അവൻ ഒരു എന്താ പറയുക, ഒരു സംഭവിച്ചു. നമ്മളതിന് പറഞ്ഞിട്ടല്ല, എൻ്റെ നാട്ടുകാർ കേൾക്കണമെങ്കിൽ അവർക്ക് കാര്യം അറിയാം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ദിവസം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് കൈകൾ തിരഞ്ഞു. പക്ഷേ അതിനകത്ത് കിട്ടിയ പൈസയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായി പറഞ്ഞു. അതിനകത്ത് ഇന്നും അവൻ കോമാ സ്റ്റേജിലാണ്. ഇത്രയും കൊല്ലമായിട്ടും അവന് കുഞ്ഞുണ്ട്, ഫാമിലിയൊക്കെ ഉള്ളവനാണ്. അവന് കോമാ സ്റ്റേജിലാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു കുടുംബം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഈ വരുന്ന സാമ്പത്തികം മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് വ്യക്തമാക്കി പബ്ലിക്കിൽ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല. അവർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ആൾക്കാർ സംശയിപ്പിക്കുകയും ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം പെട്ടെന്നുകൊണ്ട് സംഭവിക്കുമ്പോൾ അവർ ചോദ്യം ചെയ്യുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിൽ അസഹിഷ്ണുത വേണ്ട. അവരോട് പറഞ്ഞാൽ മതി, ഇനിയൊരു അവസരത്തിലെങ്കിലും ഇനി വളരെ വൈകിപ്പിക്കാതെ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയാണ് എനിക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്, ഇത്രയും പൈസയാണ്, ഇത്രയും ചിലവായിട്ടുണ്ടെന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ വിഷയം. അല്ലെങ്കിൽ ആന കാര്യമൊന്നുമില്ല. നിങ്ങളോട് പറയാതെ നമ്മൾ പോയില്ലല്ലോ.
കേരള പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാൽ അടുത്ത ദിവസം വന്ന് വിശേഷം ചോദിക്കുന്നു. അത് ശരിയായില്ല, ഒട്ടും ശരിയായില്ല. ദിവസമായി. ഇരുവരെ വിളിച്ച ആൾക്കാര് എങ്ങനെയാണ്? തിരക്കാണോ അതോ? ഒരു പാർട്ടി പാർട്ടിയുടെ കേക്ക് കുറിച്ചായിരുന്നു. എനിക്ക് വയ്യ. ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ സന്തോഷം. എന്തായാലും അവരുടെ സന്തോഷം കാണുമ്പോൾ സന്തോഷമുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ റെസ്റ്റ് ഇതൊക്കെ നടക്കും. ഓക്കെ, നമുക്ക് അമ്മ വരുന്നിടത്താണ് ആ കറുത്ത ഏളെന്ന് പറഞ്ഞില്ലേ. നിനക്ക് സമയം വൈകിട്ടില്ല, നിനക്ക് വരും നിന്നെ തിരക്കി. അച്ഛൻ്റെ അവന് നിനക്ക് ശരി, അച്ഛൻ കാര്യം അമ്മയ്ക്ക് എന്തോ വിഷമം കാണും. മനസ്സിലാക്കാനുള്ള ഒരു മോനല്ലേ ഉള്ളൂ. അവന്റെ വിഷമം എന്താണെന്നുള്ളത് ഞാൻ കാണുമ്പോൾ എനിക്ക് അതിലേറെ വിഷമം. നമുക്കിത് പരസ്പരം ആരുടെന്ന് പറയാനൊക്കെ. എന്താ അച്ഛൻ വിഷമിക്കാനുള്ള കാരണം എന്തായിരുന്നു? അമ്മയ്ക്കറിയോ? അമ്മയ്ക്കറിയോ? കാരണം അവനൊരു പെണ്ണുമായിട്ട് രോഗത്തിലായിരുന്നു. അവൾ ശരിക്കും തേച്ച് പോലെ കഴിക്കാറ്. അപ്പം അച്ഛനെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയെന്നാണ് അമ്മച്ചിയും പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോ കണ്ടു, ഞാൻ അത് പ്ലേ ചെയ്തില്ല. കാരണം അങ്ങനെ ചെയ്ത് അവരുടെ ലൈഫിലേക്ക് നമ്മളൊരു ഹെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ലൈഫ് വിട്ട് ആ സ്ത്രീ പോയി കഴിഞ്ഞു. കുറച്ച് നാളിന് മുമ്പ് അവരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു ഫോട്ടോ ഷെയർ ചെയ്തായിട്ട് ബന്ധപ്പെട്ട് അവർ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മാത്രം ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രം എന്നൊക്കെ പറഞ്ഞു. സോ അച്ചായൻ എന്നുള്ള വ്യക്തിയെ അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചു ഊറ്റിയിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ഗ്രൗണ്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അങ്ങനെയൊക്കെ വെച്ച് അറിഞ്ഞപ്പോഴും ഇയാൾ അത്ര വലിയ കുഴപ്പക്കാരനോ കാര്യങ്ങളൊന്നും അല്ല. ആൾ ഇച്ചിരി വിശാല മനസ്കതയും നല്ല സംഭവമാണ്. നമ്മൾ കുറച്ച് പുള്ളി ഇന്നലെ എന്തിനാ പറഞ്ഞില്ലേ, എല്ലാം കഴിച്ച് മടുത്താണ്. എന്താണ് വണ്ടുകൾ തേനീച്ചകൾ പൂവിൽ പോയിരിക്കുന്നു, തേൻ കുടിക്കുന്നു, പരാഗണം. തേനീച്ചകൾ അച്ചായൻ തന്നെ പറഞ്ഞത് അച്ചായനെ കുറിച്ച്. സോ അതൊക്കെ ഓരോരുത്തർ വ്യക്തിയുടെ താല്പര്യം തന്നെ. അയാൾ എത്ര പൂക്കളിൽ പോയി തേൻ കുടിക്കുന്നെന്നോ, എത്ര പൂക്കളുടെ അത് തേൻ ഉണ്ടെന്നോ, ഇനി എത്ര പൂക്കളുള്ളത് തള്ളാണെന്നോ നമുക്കറിയത്തില്ലല്ലോ. നമ്മളാരും പൂക്കൾ കണ്ടിട്ടുമില്ല, നമ്മൾ തേൻ കുടിച്ചിട്ടുമില്ല, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല. അപ്പം പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ അതിൽ ഗജേന്ദ്ര വില്ലനാണെന്നൊക്കെ പറയുന്നു. അപ്പം ആളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു പാർട്ട്ണർ വന്നു, ഒരാൾ തേച്ചിട്ട് പോയി എന്നുള്ള രീതിയിലേക്ക് അമ്മ തന്നെ പറയുന്നു. അടുത്ത ആൾ വന്നു, അടിപൊളിയായിട്ട് ജീവിക്കട്ടെ നമുക്ക് പറയാം, അല്ലേ? അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അടിപൊളിയായിട്ട് ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. അമ്മ ഫുൾ പവറിലാണല്ലോ. അത് ചെയ്യാ ഇത് ചെയ്യാ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ ഇന്നത്തെ സംസാരം അല്ല നാളെ. ഈ ലോകത്ത് എന്ത് വേണമെന്ന് പറഞ്ഞാലും അപ്പ അവൻ സാധിച്ചു കൊടുക്കുന്നു. അപ്പ സാധിച്ചു കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചു എന്ത്? ഒരു ദിവസം ഇറച്ചിക്കറി വെച്ച് 9 മണി ആയപ്പോ ഊണെല്ലാം കഴിഞ്ഞ് അമ്മ വെച്ചോ? ഞാനവിടെ ഇഷ്ടമാണ് ഒന്നും പറയണ്ട. ചോറുണ്ടോ? എടേ, ആ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ അമ്മ മകനെ കുറിച്ചിട്ട് ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയണമെങ്കിൽ അത്രയും അമ്മയൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അത്രയും വലിയ മോശക്കാരനാവണമെന്നില്ല. സഹായിച്ചവർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ സഹായിച്ചത് വെറും ഒരു ചീറ്റിംഗ് ഉള്ള ഒരു തൊഴിലാക്കിയ ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, തോന്നുന്നില്ല. അങ്ങനെ അല്ലടേ, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എനിക്കൊരു അമ്മയുണ്ട്, വളരെ പ്രായമുള്ളൊരു അമ്മയാണ്. നിങ്ങൾക്ക് അമ്മമാർ കാണും. അപ്പം ഈ പറഞ്ഞ കണക്കിനതൊക്കെ അഭിനയത്തിനും മറ്റതിനൊക്കെ ഒരു പരിധിയില്ലേ. അപ്പം കല്യാണത്തിൻ്റെ സംഭവത്തിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ഇതോടെ തീരട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പം ആ അമ്മച്ചി ഉദ്ദേശിച്ച് അന്ന് പറഞ്ഞത് മറ്റേ പഴയ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, എന്തായാലും കൊള്ളാം. ചോറുണ്ണാൻ തുടങ്ങി രണ്ടുപേരും മനമായിട്ടുണ്ട്. കഴിഞ്ഞ് 9:30 കഴിഞ്ഞപ്പോ അവള് പറയാണ് നീക്ക് തിന്നണോ? കഴിച്ചെന്നാ കരി സാധാരണ കരിയല്ല, ഒരു 1.5 കരി കഴിച്ചല്ലേ അപ്പൊ തിരിച്ചു വരുള്ളൂ. അമ്മച്ചി വില്ലത്തിയാട്ടാ ഒന്നും പറയണില്ലടേ. അല്ല, വേവിക്കുന്നത് ഇച്ചിരി ആയിക്കൊണ്ടത് കഴിക്കല്ലേ. ആരെങ്കിലും വന്നാൽ 2 പേർക്ക് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ ഉദ്ദേശിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കും. അന്നും അതെ, മോളിപ്പോ വന്നപ്പോ അറിയാമല്ല, അന്നും അതെ ഇന്നും അതെ. അല്ലെ, ഞാൻ തമാശ പറഞ്ഞല്ല. നമ്മൾ ആരെങ്കിലും കയറി വന്നവർ ചോറ് കൊടുക്കാൻ ആരും ഉണ്ണാതെ പിടിയേ ഇല്ല. സോദൻ നല്ല ക്വാളിറ്റി. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇതുപോലെ തന്നെ പരിപാടി. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കഴിപ്പിക്കാതെ വിട്ടിട്ടില്ല. കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിൽ പിണക്കമൊക്കെ ഉണ്ടാവും. ഒരുപാടൊന്നും കാണത്തില്ല, എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും. അതെങ്കിലും കൊടുക്കുക. ഇല്ലെങ്കിൽ അപ്പോൾ അവിടേക്ക് നിൽക്കുന്ന എന്തെങ്കിലും ചെടികളിൽ അല്ലെങ്കിൽ കായ്കളോ വല്ല പഴങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അത് കൊണ്ടുപോയിപ്പിക്കുക. ഇനി ചക്ക ഉണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് കയറ്റിയിട്ട് ചക്ക അടപ്പിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ അവിടെ നിൽക്കുന്നെങ്കിൽ പാഷൻ ഫ്രൂട്ടോ അല്ലെങ്കിൽ കോവയ്ക്കയോ ഇതൊക്കെ അവിടെ എവിടെയെങ്കിലും, പിന്നെ മുളക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമ്മ നട്ട് വളർത്തിയിട്ടുള്ള സാധനം, ഈ പൂക്കൾ എന്തെങ്കിലുമൊക്കെ ആ വരുന്നവർക്ക് ആരെങ്കിലും കൊടുത്ത് വിട്ടിട്ട് അപ്പോൾ ഒരു അമ്മയുടെ മുഖത്തൊരു തൃപ്തിയാണ് ആ സമയത്ത്. സന്തോഷമായി, ഇതെങ്കിലും കൊടുത്തല്ലോ എന്ന്. പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് എല്ലാ കൂട്ടുകാരന്മാരുടെ എൻ്റെ അമ്മ നമ്മൾ അടുക്കളയ്ക്കകത്ത അതിപ്പോഴും അമ്മ പറയും. അവരൊക്കെ എവിടെയാണാവും. ഞങ്ങളെ താമസിപ്പിക്കാൻ വന്ന സ്ത്രീയാണ് അവള്. എന്താ പോകുമെന്ന് എനിക്ക് വിഷമം. 10 ലക്ഷം രൂപ ഞാൻ എന്റെ കൈ കൊണ്ട് കൊടുത്തു. 10 ലക്ഷം രൂപ അവിടെ കൈ കൊടുത്തു. ഞാൻ എന്റെ കയ്യിൽ തന്ന കാശി
ഞാൻ സുരക്ഷിതത്വം പിടിക്കുന്നേക്കാൾ നല്ലത് അവളെ ചെറുപ്പത്തെ അവളെന്റെ കൂടെ ഉള്ളപ്പോ ഞാനിത് താങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ കൈയോട്ട് ഞാൻ കൊടുത്തു. പക്ഷെ ഒരു പൈസ എന്നെ തിരിച്ച് കാണിക്കുകയോ ഏൽപ്പിക്കുകയോ എന്തേ ഈ കാശെന്ന് അവള് പറഞ്ഞില്ല. അവള് കൊണ്ടുപോയി ചേച്ചിയുടെ കല്യാണം നടത്തി, ചേച്ചിയുടെ ഡ്രസ് മേടിച്ച്. ഒന്നൊന്നരോടായ്പൊന്നുമല്ല കേട്ടോ ചെയ്തേക്കുന്നേ. 10 ലക്ഷം രൂപയ്ക്ക് കൊണ്ട് പോയോ? എന്നിട്ടാണോ ഈ വലിയ ഡയലോഗ് അടിച്ചത്? സോ ഞാൻ ഒരു കമൻറ്റ് വായിക്കട്ടെ. ഞാൻ പുള്ളിയുടെ കല്യാണത്തോടുകൂടിയാണ് ആദ്യമായി യൂട്യൂബ് സെർച്ച് ചെയ്ത യൂട്യൂബറാണെന്ന് മനസ്സിലാക്കി. എന്തിനാ ആളുകൾ തന്നെ നെഗറ്റീവ് പറഞ്ഞ അച്ചായ താങ്കൾ ശ്രദ്ധിക്കേണ്ട, ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകും. ആദ്യം മോൾക്ക് അച്ചായ ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, എനിക്ക് ഒരാളെ മനസ്സിനകത്ത് പിടിക്കാതെ ഞാൻ ഒരിക്കലും പിടിച്ചെന്ന് പറയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ അത്രയും മോശം പറയത്തില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്ത രീതിയിൽ ഞാൻ പ്രകടിപ്പിക്കും. പക്ഷേ ഞാൻ സീരിയസ്ലി ഞാൻ പറയുന്നു, ഈ മനുഷ്യൻ എവിടെയോ ഇന്നത്തെ വീഡിയോയിൽ അവസാനിപ്പിച്ച പോലെ ഇയാൾക്ക് എവിടെയൊക്കെ നന്മകളുള്ള മനുഷ്യനാണ്. അത് അയാൾക്ക് എവിടെയൊക്കെ ചതി പണിയെ കിട്ടി. പിന്നെ പറഞ്ഞാണെങ്കിൽ ഇന്നലെയൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എല്ലായിടത്തും പോയിട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ച് നിറഞ്ഞാണ്. നീ കഴിച്ച ഭക്ഷണത്തിൻ്റെ അകത്ത് അവസാനം ആരൊക്കെ ഊറ്റിയെടുത്തു. ആ സത്യം. ഓക്കെ, നിങ്ങളിത് വീക്ക് കവർ മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്ത് ഒരു 45 മിനിറ്റുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങളത് പോയി കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇപ്പം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ച എപ്പോൾ വന്നിരുന്നാലും ആ വീഴ്ച തിരുത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം നമ്മൾ കാരണം ഒരാളുടെ ലൈഫിലേക്ക് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ഞാൻ ഒരിക്കലും ഇൻറ്റൻഷനലി ആഗ്രഹിക്കാത്ത ഒരാളാണ്. അഥവാ എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ ഇന്നലെ ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് കാറിൻ്റെ സംഭവത്തിൻ്റെ അകത്ത് ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. കമൻറ്റ് ബോക്സിലേക്ക് പോയി. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇത് കമൻറ്റ് ബോക്സിലാണ് വന്നത്. അത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നലത്തെ ആ ഒരു 10-35 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, കാറിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഞാൻ ശ്രദ്ധിക്കാത്തൊരു ഏരിയ. ഞാൻ യൂട്യൂബിൻ്റെ അകത്തല്ല, ഞാനത് ഇൻസ്റ്റയിനകത്ത് കൊണ്ടുള്ള റീൽസായിരുന്നു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴേക്ക് പല ആൾക്കാർ അത് ചൂണ്ടിക്കാണിക്കുന്നു. ആ ചൂണ്ടിക്കാണിച്ചപ്പോഴേക്ക് ശരിയുണ്ടെന്ന് തോന്നി. അപ്പോൾ അയാളുടെ അമ്മയെ സഹായിച്ച ഒരു കാര്യം പറഞ്ഞ് ആൾക്കാർ ഇതുണ്ടെന്ന് പറയുന്നത് അവരുടെ എതിർപ്പുകളോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അച്ചായനോട് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാരെ നിങ്ങൾ അറിയിക്കാൻ ഒരു ബാധ്യസ്ഥനാണ്. അത് നിങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യം മാന്യമായിട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ആ കുട്ടി അച്ഛൻ എന്നുള്ള രീതിയിൽ വിളിക്കുന്നതിൻ്റെ കാരണം അയാളുടെ മനസ്സുകൊണ്ട് ഒരു അച്ഛനെ പോലെ പെരുമാറുന്നത് കൊണ്ടോ അത്രയും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടോ ഡീസൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും ഒരാളെ പുറത്തുള്ള ഒരു സ്ട്രേഞ്ചറിനെ അച്ഛാന്ന് വിളിക്കാൻ തയ്യാറാവും? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ വിളിക്കണമെങ്കിൽ എന്തോ ആ കുട്ടിയുടെ ലൈഫിനകത്ത് ട്രോമാറ്റിക് കണ്ടീഷനോ മറ്റുള്ള കാര്യങ്ങളോ എന്തൊക്കെയുണ്ട്. എനിവേ അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയമല്ല. എങ്കിലും അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാം, നല്ലൊരു മൈൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അയാളുടെ ലൈഫിൻ്റെ അകത്ത് പറ്റിയ തേപ്പ്, അതിലൂടെ കുറേ പൈസ പോയ കാര്യം അമ്മ വൈകാരികമായിട്ട് സംസാരിക്കുന്നു. സോ ഇതിൻ്റെ അതർ സൈഡ് ഇവർ പറയുന്നത് മാത്രം നമുക്കറിയൂ. അതിൻ്റെ അതർ സൈഡ് നമ്മൾ കുറ്റപ്പെടുത്തിയും പറയുന്നില്ല. അവർ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയുന്നു. അവർക്ക് നല്ലൊരു സന്തോഷ ദാമ്പത്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. സോ അച്ചായ പൊളിക്കുക, പൊളിച്ചെടുക്കുക. അതുപോലെ ഒരു കാര്യം മാത്രം, കമൻറ്റ് എല്ലാവരും നിങ്ങളിപ്പോൾ നെഗറ്റീവ് പറയുന്നുണ്ട് ഒറ്റ കാര്യത്തിന് മാത്രമായിരിക്കും. അത് ഈ പറഞ്ഞ കണക്കിന് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അതിനകത്ത് അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.